ഹായ് ഫ്രണ്ട്സ്, ഹോം മേക്കേഴ്സ് ഹബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നല്ലൊരു സ്നാക്സ് കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നേക്കണേ. നിങ്ങളിത് കണ്ടു കാണത്തില്ല, കേട്ട് കാണത്തില്ല, പക്ഷേ ഞാൻ നിങ്ങളെ പറയാം എന്തുവാന്നിത്. ഇത് ഒരു ചിപ്സാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത്? ഇത് ഒരു ഉരുളക്കിഴങ്ങിൻ്റെ സ്കിൻ വെച്ചാണ് ഞാൻ ഉണ്ടാക്കിയത്, അതിൻ്റെ തൊലി വെച്ചാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പം നിങ്ങൾ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി നിങ്ങൾ കളയണ്ട, ഇങ്ങനെ തന്നെ ചെയ്തോളൂ. നിങ്ങൾ വേസ്റ്റ് ആക്കേണ്ട, അത് വേസ്റ്റ് ആവത്തില്ല. നല്ലൊരു ചിപ്സാണ്. അത് നമുക്ക് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. ഈ ചിപ്സ് 4 മണി പലഹാരമായിട്ടോ വീട്ടിൽ വെച്ച് കഴിക്കാം. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്, നിങ്ങൾ എൻ്റെ കൂടെ സ്കിപ്പ് ആവാതെ തന്നെ കാണുക. അപ്പം ഞാനിത് കാണിക്കാം, വായോ. അതിന് ഞാനിവിടെ കിഴങ്ങിൻ്റെ സ്കിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കഴുകാം. നല്ലപോലെ 3-4 പ്രാവശ്യം കഴുകിയിട്ട്, സ്കിന്നല്ലേ അപ്പോൾ മണ്ണൊക്കെ കാണും അതിൽ. അപ്പോൾ കഴുകിയിട്ട് നമ്മൾ ഒന്ന് ടിഷ്യൂ പേപ്പറിലോ അത് ഒരു നല്ല തുണിയും കൊണ്ട് ഒപ്പിയെടുത്തിട്ട് നമുക്ക് ഇതിൽ മിക്സ് ആക്കേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് മസാലപ്പൊടി, കുറച്ച് മതി, അധികം ആവല്ലേ. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ഇടാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ കടലമാവും ഇടാം, അതൊരു നല്ല ടേസ്റ്റ് വരും. എന്നിട്ട് ഒരു പകുതി അരിപ്പൊടി, എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാൻ പോവാം. അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടുവാന്നേ. അപ്പോൾ ഒരു ടേസ്റ്റിന് ഒരു നല്ല എരിവും പുളിയും എല്ലാം കൂടി വരുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഗ്യാസ് കത്തിച്ചിട്ട് അടുപ്പ് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. സ്ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചു. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ സ്കിൻ ചിപ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അധികം ഒന്നും ഇൻഗ്രീഡിയൻസ് വേണ്ട. നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ ഉണ്ടോ അത് മതി. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചാട്ട് മസാല ഉണ്ടോ അതും കൂടി ഇടാം നമുക്ക്. ഇപ്പം എൻ്റെ കയ്യിൽ ചാട്ട് മസാല ഇല്ലായിരുന്നു, പക്ഷേ ഞാൻ ഇട്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടാലും മതിയാവും. അപ്പം നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം. ടാറ്റാ.